കുഞ്ഞാപ്പാൻ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കേരളത്തിൽ സമാധാനം ഉണ്ടാകാൻ പാണക്കാട്ട് തങ്ങളെ അറസ്റ്റ് ചെയ്യണമെന്ന് പ്രമാണിച്ചാണ് ഈ അച്യുതാനന്ദൻ. നിങ്ങൾ ശരിക്കും കേൾക്കണം. കേരളത്തിൽ സമാധാനം ഉണ്ടാകാൻ എന്റെ മുത്ത് പാണക്കാട്ട് തങ്ങളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ആളാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അന്നാണ് എന്റെ മുത്ത് ശിഹാബ് തങ്ങൾ പറഞ്ഞത്, ഞാൻ വേണമെങ്കിൽ കൂട്ടിൽ കിടക്കാം, ഞാൻ ജയിലിൽ കിടക്കാം, ഞാൻ ജയിലിൽ കിടന്നിട്ടെങ്കിലും കേരളത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. ആലോചിക്കണം, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത, ഒരു ചിലന്തി വല പോലും കേടുവരുത്താത്ത നമ്മുടെ മുത്ത് ശിഹാബ് തങ്ങളെ പറ്റിയിട്ട് 1000 നാമോടുകൂടിയാണ് അച്യുതാനന്ദൻ പറഞ്ഞത്. ഇയാൾ കാട്ടുകള്ളനാണ്, കേരളത്തിന്റെ ബൽത്താക്കറയാണ് ഇയാൾ. നിങ്ങൾക്കറിയോ, ഈ അഹമ്മദ് മന്ത്രിയായപ്പോൾ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ചങ്കിനേറ്റ കുത്താന്ന് അയാൾ പറഞ്ഞത്. അദ്വാനി ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമ്പോ, വാജ്പേയി പ്രധാനമന്ത്രിയാകുമ്പോ ഇയാൾക്കൊരു ബേജാറുമില്ല. സിന്ധു ജോയ് പാർട്ടിയിൽ നിന്ന് വന്നപ്പോ ഇവർ പറഞ്ഞതെന്താ? ഇപ്പത്തെ കാലത്ത് ഉയർത്തി കോൺഗ്രസ് പോയത് മഹാത്ഭുതം. തന്തങ്ങൾ കേട്ടോ? ഇപ്പത്തെ കാലത്ത് ഒന്നിനാത്രം പോകുന്നൊരു ആമ്പർമോൻ അൽഫോൻസ് കണ്ണന്താനം BJP പോയത് ഒരു അത്ഭുതമില്ല. ഏതായി പാർട്ടി? ആലോചിക്കണം നിങ്ങൾ. മാറ്റത്തുപാട്ടുകാരെ, നിങ്ങളെ ശശിയെ പറ്റി ഒരു ചോദ്യം ചോദിച്ചപ്പോഴേക്ക് ഏഷ്യാനെറ്റിന്റെ ഷാജഹാനെ കുടിച്ചിട്ട് മളിക്കിയ പാർട്ടിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് എത്ര ജയരാജനുണ്ട്? ഓരോ ജയരാജനും ഓരോ കോലത്തിലാണ് അല്ലേ? വോട്ട് ചോദിച്ച് ഒരു മന്ത്രിയോട് ഞാൻ UDF-നാണ് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വോട്ട് തരില്ലെന്ന് പറഞ്ഞ വോട്ടറുടെ കരണത്തടിച്ചു. നോക്കണം, ഏഷ്യാനെറ്റിന്റെ ചാനലുകാരൻ ശശിയെ പറ്റി ഒരു വർത്താനം പറഞ്ഞപ്പോഴേക്ക് മിണ്ടാൻ നാക്കില്ല. അജിത ഈ ബാങ്കറിയിൽ വന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഷാരി എന്ന പെൺകുട്ടിയുടെ അമ്മ കഫൻകുടിയിൽ പൊതിഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇന്ന് 6 അടി മണ്ണിലാണ്. അവിടെ പോയി പ്രസംഗിക്കാൻ അജിതക്ക് ധൈര്യമുണ്ടോ? ഇല്ല. ആ അജിത ഇവിടെ വന്നിട്ട് പറയുന്നത്, ഞാൻ മാഫിയക്കെതിരാ. ആദ്യം എന്റെ ഭർത്താവിന് നേരാക്കടി കൊണ്ടുവന്നവൻ. ആദ്യം എന്റെ മാപ്പിള യാക്കൂബ് സ്പിരിറ്റ് കുംഭകോണ കേസിൽ ജയിലിൽ ജഡ്ജിട്ട് കെടുക്കുക, ഓനെപ്പോയി നേരാക്കും. അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ഈ അമരക്കാരൻ. അതിനാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് നേരത്തെ പത്രസമ്മേളനം നടത്തിയത്. അല്ലെങ്കിൽ ഞങ്ങളെ പണി എന്തായിരുന്നു അറിയോ? റഊഫിനെ കൊണ്ടുവന്നിട്ട് ഒരു 2-3 ദിവസം മുമ്പേ അന്ന് സൂഫിയ മാദനി ചെയ്തതുപോലെ പത്രസമ്മേളനം നടത്താനായിരുന്നു പരിപാടി. പക്ഷെ കുഞ്ഞാപ്പ 1.5 മാസം മുമ്പ് പത്രസമ്മേളനം നടത്തി. അങ്ങനെ റഊഫിന്റെ മറുപടിയൊക്കെ കേട്ടപ്പോ ജനങ്ങൾക്ക് തിരിഞ്ഞു. ഇവൻ ആദ്യം പാണക്കാട്ട് തങ്ങളെ ഡ്രൈവറെ പറഞ്ഞു, പിന്നെ പാണക്കാട്ട് തങ്ങളുടെ ഒരു മോനെ കുറ്റപ്പെടുത്തി പറഞ്ഞു, കുടുംബത്തിൽ കലഹുണ്ടാക്കാൻ നോക്കി. പിന്നെ ഇവൻ പാണക്കാട്ട് മുത്ത് ശിഹാബ് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്ക് ജനങ്ങൾക്ക് തിരിഞ്ഞു ഇവനക്ക് മൂച്ചിഫിരാന്താണെന്ന്. അതോടുകൂടി മോനാരാന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. നമ്മളെ ഏറനാടിന്റെ പുലിക്കുട്ടി, മലബാറിന്റെ സിംഹക്കുട്ടി, TK കുഞ്ഞാലിക്കുട്ടി ആരാണെന്ന്, പാണക്കാട് കുടുംബവും ആരാണ് ജനങ്ങൾക്ക് മനസ്സിലായി. അതാണ് തന്ത്രം. 1.5 മാസം മുമ്പേ ഞങ്ങൾ ഇത് എടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് റഊഫ് നമ്മളുമായിരുന്നു പത്രത്തിൽ, റഊഫ് നമ്മളുമായിരുന്നു ചാനലിൽ, റഊഫ് UDF ആയിരുന്നു മത്സരം. അതിന്റെ ചുളിവിലൂടെ ജയിച്ചു കയറാന്നാ പിണറായി കരുതിയത്. അതിനാണ് പിണറായി പറഞ്ഞത്, സമസ്ത മറുപടി പറയണം. ആരാ മുഷാവറ എന്നോ? കാട്ടുകള്ളൻ 374 കോടി അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയിട്ട് പാവപ്പെട്ട ക്യാൻസർ രോഗികളെ പുച്ചച്ചട്ടിയിൽ കയ്യിട്ട് വാരിയ കാട്ടുകള്ളൻ കേരളത്തിൽ കുഞ്ഞാലിക്കുട്ടിയോടാ കളിക്കുന്നത്. ആരോടാണ് ഞങ്ങൾ കളിച്ചത്? ആരായി കുഞ്ഞാപ്പ? കേരള രാഷ്ട്രീയത്തിന്റെ സെൻട്രൽ ഫോർവേഡാ. ആരാണ് കുഞ്ഞാപ്പന്നറിയോ? കേരള രാഷ്ട്രീയ കളരിപ്പയറ്റ് സംഘത്തിലെ ഉസ്താദുൽ അസാത്തിദാണ്. ആ കളരി ഉസ്താദിനോട് കളിച്ചതാരാ? മർമാണി തൈലം വെക്കുന്നോടത്ത് ചെറിയിലേക്ക് ഉണ്ടാവും, അങ്ങനൊക്കെ ഉണ്ടാവും. അതാണ് കേരളത്തിൽ വന്നു ഭവിച്ചത്. പൊന്നുമക്കളെ, നിങ്ങളെ കഷ്ടകാലാണ്. കൂത്തുപറമ്പിൽ അരിവാളില്ല, തേങ്ങയാണ്, തേങ്ങ. നോക്കണം, തവനൂരിൽ അരിവാളില്ല, ഗ്യാസും വിറ്റി. ആലോചിക്കണം പൊന്നു സുഹൃത്തുക്കളെ.
എന്നിട്ട് ഞങ്ങളെ മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്നായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്. ഞങ്ങളിപ്പോ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ഏത് റഊഫ്, ഇപ്പൊ അരുൺകുമാറാണ് പത്രത്തിൽ, ഇപ്പോ ലാവ്ലിനാണ് പത്രത്തിൽ, ഇപ്പോൾ ശ്രീമതി ടീച്ചറും ചെക്കനുമാണ് പത്രത്തിൽ, ഇപ്പോൾ കൊടിയേരിയും ചെക്കനുമാണ് പത്രത്തിൽ, ഇപ്പോൾ മന്ത്രി ബാലനും ചെക്കനുമാണ് പത്രത്തിൽ. പിന്നെ ആ ബുദ്ധിജീവി ഉണ്ടല്ലോ സർ തോമസ് ഐസക് ഭൂട്ടാൻ ലോട്ടറി, ഓനാണിപ്പോ കണ്ടോ, ഇവരൊക്കെയാണ് ഇപ്പൊ പത്രത്തിൽ. കണ്ടോ, ഞങ്ങളെ ഭരണണ്ട് വരട്ടെ 13-ാം തീയതി കഴിയട്ടെ, പ്രമാണിച്ചോളെ കാണിച്ചു തരാം. ഞങ്ങളെ 19 മന്ത്രിമാരല്ല, ഒന്നിനെയും കൂടി കൂടുതൽ കൂട്ടും. എന്തിനെന്നറിയോ? വിദേശകാര്യ വകുപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ അന്വേഷണകാര്യ വകുപ്പ് എന്ന്. എന്നിട്ട് നിങ്ങളതൊക്കെ ഒന്ന് കുടിക്കടം പകർത്തിയിട്ട് അച്യുതാനന്ദനും ചെക്കനെയും കൊടിയേരിനും ചെക്കനെയും ബാലനും ചെക്കനെയും പിണറായിനും പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ ഒരു പിക്കപ്പിൽ കയറ്റിയിട്ട് പെരുമ്പിലായി എരുമനെ കൊണ്ടിരുന്ന പോലെ നേരെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കൊണ്ടുപോകും. കെട്ടികൾക്കും കുട്ടികൾക്കൊക്കെ അവിടെ കിടക്കാം, കഞ്ഞും ചോറൊക്കെ അവിടെ തന്നെ വെക്കാം. KT ജയിലിന്റെ ഗ്യാസും കുറ്റി നേരെ ജയിലിൽ മാത്രമല്ല, കൂത്തുപറമ്പിലെ SA പുതിയ വളപ്പിലിന്റെ തേങ്ങ കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാൻ നല്ല ചിഹ്നം നോക്കണം നിങ്ങൾ. ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം എന്താ? കുപ്പി ഗ്ലാസ്. KT ജലീലിനോ ഗ്യാസും കുറ്റി, ഹുസൈൻ അണ്ടത്താനിക്ക് ഫാന് ഗ്യാസും കുറ്റി, ഫ്രിഡ്ജ്. വല്ല തെരഞ്ഞെടുപ്പൊക്കെ വല്ല കുടിയിരിക്കലാന്ന് തോന്നിപ്പോവും. ഞാൻ ചോദിക്കാൻ എന്താ സഖാക്കളെ, ആണത്തം വേണം. സ്വന്തം പാർട്ടിയുടെ ചിഹ്നങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് അഭിമാന ബോധത്തോടുകൂടി കേരള രാഷ്ട്രീയത്തിലെ മുടികൂടാവനായ പാണ്ടിക്കടവത്തെ തറവാട്ടിൽ ജനിച്ചിട്ട് പാണക്കാട്ട് തങ്ങളുടെ കയ്യിൽ നിന്ന് ബർക്കത്ത് വാങ്ങി പാണ്ടിക്കടവത്ത് മുറ്റത്ത് കളരി പിടിച്ച മോനാണെങ്കിൽ പാണ്ടിക്കാട് കുഞ്ഞാപ്പ ഈ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കണം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും തഹജ്ജുദ് നിസ്കരിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ വെറുതെ പറയല്ല, മനസ്സ് തട്ടി പ്രാർത്ഥിക്കണം. എന്തിനാ? ഈ കപ്പിത്താനെ തകർത്തിട്ട് ഈ കപ്പൽ മുക്കാൻ 15 കൊല്ലായി നടക്കണം. അരുൺകുമാറിനെതിരെ കേസ് വന്നപ്പോ ഈ രാജ്യത്തെ പത്രക്കാർ ചോദിച്ചപ്പോ ഈ അച്യുതാനന്ദൻ പറഞ്ഞത് എന്താ? 16 കൊല്ലം മുമ്പുള്ളൊരു കേസ്, 16 കൊല്ലം മുമ്പുള്ളൊരു കേസാണത്, അത് അന്റെ മേൽ ഉന്നയിക്കണേ. എന്നാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ വിളയാടാൻ ഒരു കേസും വേണ്ട. ഇപ്പൊ അയാൾക്കൊരു വർത്താനില്ല. അനങ്ങിയ ഈ ഐസ്ക്രീം കേസിൽ 1-ാം പ്രതി ആരാ? 16 ആളുകളുണ്ട്. ഒന്നാരാ? സഖാവ് TP ദാസന. സഖാവ് TP ദാസൻ. മറ്റൊന്നാരാ? സഖാവ് രാജഗോപാൽ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ശശിയുടെ വിളയാട്ട് അന്വേഷിക്കാൻ നിങ്ങൾക്ക് നേരണ്ടോ? സഖാക്കളെ വെല്ലുവിളിക്കുകയാണ്. ശശിക്കെതിരെ ആരോപണം പറഞ്ഞതൊക്കെ സ്വന്തം പാർട്ടിക്കാര്. പ്രകാശ് കാരാട്ടിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കേസ് അന്വേഷിക്കാൻ കഴിയോ? ഞങ്ങളെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ, ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ, E. അഹമ്മദിനെതിരെ കണ്ടോ? അടുത്ത തെരഞ്ഞെടുപ്പിന്റെ 13-ാം തീയതി കഴിഞ്ഞ് റിസൾട്ട് കൂടി വരുന്ന ഒരു കാഴ്ച ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ കേരളത്തിലെ എല്ലാം നശിപ്പിച്ച് എന്താണോ നേടിയത്? എന്താ നിങ്ങളുടെ ഭരണത്തിന്റെ നേട്ടം? കളിച്ചു രസിക്കാൻ ഒരു വിസ്മയ പാർക്ക്, രമിച്ചു നടക്കാൻ ഒരു കണ്ടൽ പാർക്ക്, ചൂതാട്ടത്തിന് മാട്ടിൽ ലോട്ടറി, വിളയാടാൻ വിഷക്കള്ള്, പേക്കൂത്തിന് ഒരു ആഭ്യന്തര വകുപ്പ്. ഇതല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങൾ എന്താ നൽകിയത്? എന്നിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എന്ന് പറയാൻ ഞങ്ങൾ 2 റുപ്യക്ക് അരി കൊടുക്കും. 2 റുപ്യക്ക് നിങ്ങൾ അരി കൊടുക്കുക. അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് 1 റുപ്യക്ക് കൊടുക്കുന്നു. എന്താ കാരണം? ഞങ്ങൾ 1 റുപ്യ എന്ന് പറയാൻ കാരണം പിന്നെ അതിന്റെ താഴെ ഉറുപ്പ്യല്ലേ ആയിട്ട് അലങ്ങഞ്ചും താത്തും. ഞങ്ങൾ ആലോചിച്ചത് 2 റുപ്യക്ക് അരി കൊടുക്കേണ്ടിയിരുന്നില്ല. കോഴിമുട്ടയും പാലും കഴിക്കാൻ പറഞ്ഞ മന്ത്രിമാരാ. ആലോചിക്കണം, തെരഞ്ഞെടുപ്പുണ്ട് വരുമ്പോ 2 റുപ്യന്റെ അരി ഇങ്ങനെ ഓർമ്മ വരിക. പണ്ട് കോഴിമുട്ട പൊരുത്തം വെക്കുമ്പോ നേർച്ചക്കാരെ ഓർമ്മ വന്നിരുന്നൊരു ഉമ്മാമുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടില്. 37 കോഴിമുട്ട പൊരുത്തം വെക്കുമ്പോ പറയും, ഇത് വിരിഞ്ഞുണ്ടായ എത്തിമക്കൾക്ക് 2 കോഴിക്കുട്ടികൾ ഫ്രീ. ഞാൻ തള്ള വിരിഞ്ഞാ കൊടുക്കൂല. തള്ള പറയും, ഞാൻ അടുത്തതും വിരിഞ്ഞാലോ അടുത്തതിനാ. 3ാമത് കൊടുക്കാതായപ്പോ എടായിലിട്ടിട്ട് തള്ളനാണ് വളഞ്ഞു എത്തിമക്കള്. എന്താ ചോദിച്ചതെന്നറിയോ? എവിടെങ്ങളാ കോഴിക്കുട്ടികൾ? തള്ള പറഞ്ഞ മറുപടി എന്താ? ഞാൻ പഠിച്ചവനോട് ഒരു തമാശ പറഞ്ഞിട്ട് നിങ്ങളുടെ കാര്യാക്കലാണെന്നാ ചോദിച്ചത്. പൊന്നു സഖാക്കളെ, നിങ്ങൾക്ക് കേരളത്തിൽ ഭരിക്കാൻ സാധിക്കില്ല. കരുണാനിധിയെ കണ്ടു പഠിക്കുക. നിങ്ങളെ കൂടെ അധികാരത്തിൽ കയറിയ കരുണാനിധി കൊടുത്തു.
ആന്ധ്ര മുഖ്യമന്ത്രിയെ കണ്ട് പഠിക്ക്. അവര് കൊടുത്തു. എന്നാലോ നിങ്ങൾ കൊടുത്തില്ല. നിങ്ങൾ ചെയ്ത പണി എന്താ? നിങ്ങൾ ഈ കേരള സംസ്ഥാനത്ത് മന്ത്രിമാരുടെ സ്വന്തക്കാരെയും ബന്ധക്കാരെയും ഒക്കെ ആലോചിക്കണം. വേങ്ങരയിൽ വരുന്ന അച്യുതാനന്ദൻ കേട്ടോ, മലപ്പുറത്തെ കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ചപ്പോൾ കോപ്പിയടിച്ച് പാസ്സാകുന്നു പറഞ്ഞ കാട്ടുകള്ള. എന്റെ മോൻ ഡോക്ടറേറ്റ് വാങ്ങിയത് ചുളിവില, നിന്റെ മോൻ പ്രിൻസിപ്പളായത് ചുളിവില, നിന്റെ മോൻ വിദേശയാത്ര ചെയ്ത് IHRTയിൽ ഒപ്പിട്ടിക്കണ്, പാസ്പോർട്ടിൽ കാരിയർ തെളിവുണ്ട്. ഒരേ സമയത്ത് ദുബായില്, അതേ സമയത്ത് കേരളത്തിൽ ഇവനാരാവില്ലേ? ആരാടോ സഖാവേ ആലോചിക്കണം. എന്നിട്ട് ഞങ്ങളെ നേതാക്കന്മാരെ കുതിര കയറുന്ന അച്യുതാനന്ദ, നീ ആരാ? അമേരിക്കയുടെ പ്രസിഡന്റോ? ഞാനാടോ സുപ്രീം കോടതിയുടെ ജഡ്ജിയോ? ഞങ്ങളൊന്ന് അധികാരത്തിൽ വരട്ടെ ഇൻഷാ അല്ലാഹ്. പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പ സിംഹക്കൂട്ടിൽ വളർന്നവനാണെങ്കിൽ സിംഹാസനത്തിൽ കയറുമെന്ന കാര്യത്തിൽ അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ നിങ്ങൾ എല്ലാവരും കൈ മെയ് മറന്ന് സഹായിക്കണമെന്നു വ്യത്യസ്ത നാട്ടുകാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അവരോട്, ഒറ്റപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാം, നിങ്ങൾ നിങ്ങളുടെ നാടുകളിലൊക്കെ പോയി UDF അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള എല്ലാ നിലക്കുമുള്ള പ്രാർത്ഥനയും പ്രവർത്തനവും നടത്തണമെന്നും മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും വിശിഷ്യ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അധികാരത്തിൽ വന്നാൽ UPA ഗവൺമെന്റിന് ചുവടുപ്പിച്ച് നീങ്ങുന്ന ഒരു നല്ല ടീമിനെ വാർത്തെടുക്കാൻ നിങ്ങളൊക്കെ മനസ്സാ വാച കർമ്മണ പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ നിർത്തുന്നു. പൊന്നു സുഹൃത്തുക്കളെ, നമ്മളെ കൊണ്ട് ആർക്കും തടസ്സമുണ്ടാകാൻ പാടില്ല. പിരിഞ്ഞു പോകുന്നവരൊക്കെ വാഹനത്തിന് കുത്തിയ കൊടികളൊക്കെ കാറിൽ അഴിച്ചുവെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ നിലപാടുകളും പെരുമാറ്റ ചട്ടങ്ങളും പാലിച്ചിട്ട് നമ്മൾ രാജ്യത്തെ മാനിച്ചവരാ. നമ്മൾ SIനെ മളുക്കുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അല്ല. നമ്മൾ ഇലക്ഷൻ കമ്മീഷന്റെ വാപ്പാനെ പറഞ്ഞ ജയരാജന്റെ പാർട്ടിയല്ല. നമ്മൾ ഏഷ്യാനെറ്റിന്റെ ചാനലുകാരന്റെ പളുങ്ങിയ പാർട്ടിയല്ല. നമ്മൾ കടവത്തൂരിലെ അജ്ജാജികളെ മളുക്കിയ പാർട്ടിയല്ല. നമ്മളെന്ന് പറഞ്ഞാൽ കേരളത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. നമുക്കാണ് ഭാവി, നമുക്കാണ് ഫ്യൂച്ചർ, നമ്മളാണ് നാടിന്റെ ഗതിവിഗതി നോക്കുന്നത്. നഷ്ടപ്പെടാൻ നമുക്കാണുള്ളത്. അതുകൊണ്ട് പൊന്നുമക്കളെ, നിങ്ങളെല്ലാവരും ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോ എവിടെയും കാത്തു നിൽക്കാതെ അവനവന്റെ വാർഡിലേക്ക്, അവനവന്റെ പ്രവർത്തന കേന്ദ്രത്തിലേക്ക് പോയി ഇന്ന് തന്നെ കർമ്മരംഗത്ത് വീട് വീടാന്തരം കയറിയിറങ്ങി ഈ കാട്ടുകള്ളന്മാർക്കെതിരെ രംഗത്ത് വരണം. അതുപോലെ തന്നെ നമ്മൾ ഒതുക്കാൻ പലരുണ്ട്. ഞാൻ അവരെ പറ്റിയൊന്നും പറയുന്നില്ല. പലരുണ്ട്. എല്ലാവരും നിലപാട് ഞങ്ങൾക്കിപ്പോ മനസ്സിലായി. ഞങ്ങളെ കുഞ്ഞാപ്പാനെ എതിർക്കാൻ എല്ലാവരും ഇറങ്ങിക്കാം. ഓരോരോ ചിഹ്നത്തിലും ഓരോ കോലത്തിലും ഓരോ രൂപത്തിലും ഭാവത്തിലും ഞങ്ങൾ അവരൊക്കെ വലിപ്പറിഞ്ഞതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇങ്ങക്ക് കിട്ടിയത് 13ഉം 14ഉം ആണെങ്കിൽ ആസാദുവിന് കിട്ടിയത് 40. ആസാദുവിന്റെ അഞ്ചനാണ് ഈ സാധുക്കളൊക്കെ. അതുകൊണ്ട് പൊന്നു മക്കളെ, വല്ലാതെ പടായി വേണ്ട, കുഞ്ഞാപ്പാന്റെ വഴിമുടക്കണ്ട. കുഞ്ഞാപ്പ വളരെ മനോഹരമായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പേരിലേറി കേരളത്തിൽ കേരള സ്റ്റേറ്റ് എന്നെഴുതിയ കാറിൽ മന്ത്രിയായി സഞ്ചരിക്കുന്ന കാഴ്ച കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് പൊന്നുമക്കളെ, UDFകാർ, മുസ്ലിം ലീഗുകാർ, പാണക്കാട്ട് തങ്ങളുടെ ഉമ്മൻചാണ്ടിയുടെ അനുയായികൾ ഇവിടുന്ന് പോകുമ്പോ കൊടികളെ കഴിച്ചുവെച്ച് സമാധാനത്തോടുകൂടി പിരിഞ്ഞു പോകണം. നിയമപാലകരെ മാനിക്കണം, കോടതിയെ മാനിക്കണം, ഇലക്ഷൻ കമ്മീഷനെ മാനിക്കണം. അതിനുവേണ്ടി ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഏറ്റുപറയണം. UDF സിന്ദാബാദ്, UDF സിന്ദാബാദ്, കുഞ്ഞാലിക്കുട്ടി സിന്ദാബാദ്, കുഞ്ഞാലിക്കുട്ടി സിന്ദാബാദ്, ഉമ്മൻചാണ്ടി സിന്ദാബാദ്. എല്ലാവരും കോണിക്ക് വോട്ട് ചെയ്യുക. നിർത്തുന്നു. അസ്സലാമു അലൈക്കും. Amen.